മന്ത്രിസഭാ രൂപീകരണത്തിനായി സഖ്യകക്ഷികളുമായി ചർച്ച തുടങ്ങി ബിജെപി. വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണ് ചർച്ച. ലോക്സഭാ സ്പീക്കർ പദവിയും റെയിൽവേ അടക്കമുള്ള വകുപ്പുകളും ടിഡിപിയും ജെഡിയുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് നരേന്ദ്രമോദി നാളെ രാഷ്ട്രപതിയെ കാണും. ബിജെപി എംപിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിന് മേൽ പാർട്ടിയിൽ സമ്മർദ്ദമുണ്ട്. രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിലയിലും വിലപേശലുമായി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉണ്ട്. അവരവരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അവർ ഏത് രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്? ഒപ്പം ഈ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ നിലവിലെ ചർച്ച എങ്ങനെയാണ്? അശ്വതി, സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ NDA. കാരണം ഇന്നലെ ചേർന്ന NDA യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മറ്റു സഖ്യകക്ഷികൾ. അപ്പോൾ കാരണം ഇന്നലെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം JDUവും TDPയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ആകാംക്ഷ. എന്നാൽ JDU നേതാവ് നിതീഷ് കുമാർ യോഗത്തിൽ വ്യക്തമാക്കിയത് കാലതാമസമില്ലാതെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരു നിലപാടാണ് നിതീഷ് കുമാർ യോഗത്തിൽ വെച്ചത്. ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ആന്ധ്രയിലെ വലിയ വിജയത്തിൽ നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്നാണ്. സമാനമായ നിലപാട് തന്നെയാണ് NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് പ്രതികരിച്ച പ്രഫുൽ പട്ടേലും സ്വീകരിച്ചത്. പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം അംഗസംഖ്യയിൽ ചിലപ്പോൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടാകാം, എന്നാൽ ജനപിന്തുണയ്ക്ക് ഒട്ടും ഇടിവ് വന്നിട്ടില്ല എന്ന നിലപാടാണ് പ്രഫുൽ പട്ടേൽ സ്വീകരിച്ചത്. അങ്ങനെ NDA സഖ്യകക്ഷികളിലൊക്കെ പിന്തുണ ഏതായാലും ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് BJPയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് BJP. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഒപ്പം തന്നെ JP നഡ്ഡ, ഈ 3 പേരെയാണ് ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ TDPയും JDU തുടങ്ങിയ കക്ഷികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 3 ക്യാബിനറ്റ് പദവിയോടുകൂടി 3 ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യമാണ് ഈ 2 പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. TDP ആകട്ടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയമാണ് പ്രധാനമായും JDU ആവശ്യപ്പെടുന്നത്. നേരത്തെ റെയിൽ മന്ത്രിയായിരുന്നു നിതീഷ് കുമാർ. അതുൾപ്പെടെ ഗ്രാമവികസന മന്ത്രാലയം, ഒപ്പം തന്നെ ജലശക്തി മന്ത്രാലയം തുടങ്ങിയ ആവശ്യങ്ങളും നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. TDP പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ വകുപ്പാണ് പ്രധാനമായും TDP ആവശ്യപ്പെടുന്നത്. ഒപ്പം ട്രാൻസ്പോർട്ട് മന്ത്രാലയം വേണമെന്നൊരു ആവശ്യം കൂടി TDP മുന്നോട്ട് വയ്ക്കുന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇതിനു പുറമെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യവും TDPക്കുണ്ട്. അങ്ങനെ എന്ത് BJP നൽകുന്നു എന്ന് കാത്തിരിക്കുകയാണ് TDP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാന്യമായ ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ഉണ്ടായില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാര്യം പോലും പാർട്ടി ആലോചിക്കാം എന്നൊരു നിലപാട് എപ്പോഴേതായാലും പറയുന്നു. ഒരു സമ്മർദ്ദതന്ത്രം അതുകൊണ്ട് തന്നെ TDPയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. LJPയും സമാനമായ രീതിയിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഏക്നാഥ് ഷിൻഡെ വിഭാഗം 2 സഹമന്ത്രിമാർ, ഒരു ക്യാബിനറ്റ് പദവി എന്ന ആവശ്യം കൂടി ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെറു കക്ഷികൾ ഒക്കെ തന്നെ NDAക്ക് മുമ്പാകെ, BJP മുമ്പാകെ ഈ ആവശ്യം ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോമൺ മിനിമം പരിപാടി, പൊതു മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം TDPയും JDUവും മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിനോട് BJP എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് പൊതു മിനിമം പരിപാടി വരുമ്പോൾ അതിൽ BJPയുടെ പ്രഖ്യാപിത നിലപാടുകളൊക്കെ തന്നെ എങ്ങനെ BJP നടപ്പാക്കുമെന്ന ആശങ്ക ഏതായാലും BJP നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് UCC അടക്കമുള്ള വിഷയങ്ങളിൽ ഈ പാർട്ടികളുടെ നിലപാട്, മുസ്ലിം സംവരണം അടക്കമുള്ള വിഷയങ്ങൾ മോദി വലിയ പ്രചാരണ വിഷയമാക്കുമ്പോൾ അതിനോട് അനുകൂല നിലപാടായിരുന്നില്ല TDP പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. നിതീഷ് കുമാറും ഈ വിഷയത്തിൽ സമാനമായ നിലപാട് തന്നെയാണ്. ഒപ്പം ജാതി സെൻസസ് വേണമെന്നൊരു ആവശ്യം നിതീഷ് കുമാർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതു മിനിമം പരിപാടിയിൽ BJPയുടെ നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാകും. ഏതായാലും ഈ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് ഏതായാലും BJP MPമാരുടെ യോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. അതിനുശേഷം മറ്റന്നാളാണ് ഏതായാലും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്.